എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വേർതിരിവുകളുടെ ഒരു കാലഘട്ടമാണ്. ജാതീയപരമായി, വർണ്ണപരമായി, അങ്ങനെ ഒരുപാട് വേർതിരിവുകൾ. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മഹാനായ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു ആപ്തവാക്യം നമ്മുടെ മുന്നിലുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. SNDP യോഗം ചാലക്കുടി യൂണിയൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മയജ്ഞവും വിശ്വശാന്തി ഹോമവും എന്ന ഒരു വലിയ പരിപാടി മെയ് 7, 8, 9, 10 തീയതികളിൽ നമ്മുടെ SNDP ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഇതൊരു പ്രഭാഷണ പരമ്പരയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പ്രഭാഷകരാണ് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തുന്നത്. മികച്ച പ്രഭാഷണ പരമ്പരകളാണ് ഈ 4 ദിവസങ്ങളിലായിട്ട് SNDP ഹാളിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ അറിയാനും അറിയിക്കാനും, ജയിക്കാനും തോൽപ്പിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും, അറിവ് നേടാൻ, ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അറിവ് പകർന്നു തന്ന, മാനവികതയുടെ അറിവ് പകർന്നു തന്ന മഹാനായ ഏറ്റവും വലിയ ലോകം കണ്ട ഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നെഞ്ചിലേറ്റുന്ന SNDP ചാലക്കുടി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവരെയും, എല്ലാ മനുഷ്യസ്നേഹികളെയും സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. SNDP യൂണിയൻ്റെ ചാലക്കുടി യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ പരിപാടിയെക്കുറിച്ച് നമ്മോട് സംക്ഷിപ്തമായി സംസാരിക്കുന്നതായി. SNDP യോഗം ചാലക്കുടി യൂണിയൻ്റെ മുഖ്യ സംഘാടനത്തിൽ നാളെ മുതൽ 7-ാം തീയതി മുതൽ ശ്രീനാരായണ ധർമ്മയജ്ഞം നടത്തുകയാണ്. നാളെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ചും മതാതീത മാനവികതയുടെ നേർവഴികൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധ പ്രഭാഷകനായ ശ്രീ മുഹമ്മദ് ഫൈസി ഓണംപിള്ളി പ്രഭാഷണം നടത്തുന്നതാണ്. 8-ാം തീയതി കോട്ടയം ബിബിൻ ഷാൻ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഗുരുദേവ ദർശനം കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ക്ലാസ് എടുക്കുകയാണ്. 9-ാം തീയതി സുലേഖ ടീച്ചർ ശ്രീനാരായണ ധർമ്മത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമവും സാമൂഹ്യ ക്രമവും ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ കാലാതീതമാണ്. ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം തിളക്കമാർ നിലനിൽക്കും. മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ എപ്പോഴുമുള്ള നമുക്ക് നൽകിയുള്ള കാഴ്ചപ്പാട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏത് ദർശനങ്ങൾ എടുത്താലും നമുക്കറിയാം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അവിടെ മനുഷ്യൻ നന്നായാൽ മതി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറയുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഞാനാണ് ശരി എന്ന് വിജയിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ 1924 ഏഷ്യയിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഉണ്ടാകേണ്ടത്, എല്ലാം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ പറഞ്ഞു. എല്ലാ മനുഷ്യനാണെന്ന് പറയുമ്പോൾ മനുഷ്യണം മനുഷ്യത്വം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം, മദ്യവും മയക്കുമരുന്നും നമ്മുടെ നാടിനെ കലാപഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ കാലാതീതമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആദ്യമായി നമ്മളിതുപോലെ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുന്നേ നമ്മൾ ധ്യാനം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ 3 ദിവസം നമ്മൾ നടത്തുന്നത്. 4-ാമത്തെ ദിവസം SNDP യോഗം വൈദിക യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വൈദിക യോഗം പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രി മുഖ്യന്മാർ, ശാന്തിവര്യന്മാർ, അവരുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് എഴുതി നൽകിയ ഹോമമന്ത്രം കൊണ്ടുള്ള വിശ്വശാന്തി ഹോമം ഇവിടെ നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് 10-ാം തീയതി രാവിലെ 9:30 മണിക്ക് ഹോമം ആരംഭിക്കുകയും 12 മണിയോട് സമാപിക്കുകയും ചെയ്യുന്നതാണ് ആ പരിപാടി. ശ്രീനാരായണ ഗുരുദേവൻ സ്വയം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിലിരുന്ന് ചെയ്യാം. നമുക്ക് സ്വയം ചെയ്യുന്നതിന് വേണ്ടി ഓരോ മനുഷ്യനും അതിൽ നിന്ന് അവൻ്റെ ഒരു തിരിച്ചറിവുണ്ടാകുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ എഴുതി നൽകിയതാണ് ഹോമമന്ത്രം. അപ്പോൾ ആ ഹോമമന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മഹാഹോമമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ സ്വരൂപനായ പരമ്പൊരുൾ എന്ന് പറയുന്ന വിഷയത്തിൽ ബിപിൻ ഷാൻ ക്ലാസ് എടുക്കുന്നു. അദ്ദേഹം മോട്ടിവേറ്ററാണ്, ഗുരുവിൻ്റെ ദർശനങ്ങളുടെ പ്രചാരകനാണ്, കുറേ കാലമായി പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ശ്രീമതി സുലേഖ ടീച്ചർ സംസ്കൃത സ്കൂളിൽ നിന്നും HM ആയി റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൻ്റെ ഒരു പ്രചാരകയാണ്. ഈ വിഷയങ്ങളിലൊക്കെ ആഴ്ന്നിറങ്ങി പഠനം നടത്തി ജനമനസ്സുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇതെല്ലാം തന്നെ. SNDP യോഗം ചാലക്കുടി യൂണിയൻ ഈ ബൃഹത്തായ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് 7, 8, 9, 10 തീയതികളിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മ യജ്ഞവും വിശ്വശാന്തി ഹോമം എന്ന ഈ മഹത്തായ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങളെയും ക്ഷണിക്കുകയാണ്. ജാതിയില്ല, മതമില്ല,
എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഗുരുദേവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു.